Hello, hello. Good evening. Welcome to 90 Plus India's first animated live tuition. Yes, ഇന്നും ഞാൻ തന്നെ. ഇന്നലെയും ഞാനായി. Yes. ക്യാമറ ഓൺ ചെയ്യട്ടെ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക. ഷസ, ജോയൽ, മാരതി, എല്ലാവരും ക്യാമറ. സുവോളജി അല്ല, സോറി. സുവോളജി എടുക്കണോ ഞാൻ? വീണ്ടും ഗുഡ് ഈവനിങ്. യെസ്, ഓക്കെ, പേടിക്കണ്ട, ക്ലാസ് മാറിയിട്ടില്ല. ഗുഡ് ഈവനിങ്. എന്നെ കണ്ട് ബോറടിച്ചവർ ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, ഒരാള്. വേറെ ആരുമില്ല? രണ്ടാള്. പിന്നെ ധൈര്യമായിട്ട് കൈവക്കാം. ഞാൻ ഒന്നും ചെയ്യില്ല. ഇന്നും മാത്സ് ക്ലാസ്, സോ സ്റ്റാർട്ടിങ് തന്നെ ബോർ മാത്സ് അങ്ങനെ തോന്നിയവർ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുക. രണ്ടുപേരുള്ളൂ എങ്കിൽ ആ രണ്ടുപേരും സഹിച്ചു. ഓക്കെ, സഹിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാൻ. സാർ, യെസ്, കേട്ടു. ആരാണ്? സെന്റ് തോമസ് കോളേജിൽ വരുന്നുണ്ട്. കറക്റ്റ്. അവിടെ എന്തോ പരിപാടി ഉണ്ട് അല്ലേ? ദ്രൗപദി മുർമു. ഓക്കെ വിഷ്ണു, ഓക്കെ. ദെൻ വൺ മോർ. ചിന്മയ. And here Thomas. ഹലോ. ആ, അയച്ചോ ഇമ്പോസിഷൻ? ആണോ? എത്ര എഴുതി നീ? 50 പ്രാവശ്യം എഴുതുന്നുണ്ട്. എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്താ പിന്നെ അയക്കാതിരുന്നേ? ക്ലാസ്സിൽ കയറിയപ്പോഴാണ് മാത്സ് ആണെന്ന് അറിഞ്ഞൂടെ എഴുതുന്നുണ്ട്. ഓക്കെ കയറിയപ്പോഴാ മനസ്സിലായത് മാത്സിന്റെ ക്ലാസ് ആണ്. ഓക്കെ ഓക്കെ. ഹൗ ആർ യു? ഓഹോ, സുഖം. എന്തോ കാര്യം ചോദിക്കാം. ആ, ചിന്മയ. ആ, എവിടെയാണ്? മെയിൽ ലെറ്റർ ബോക്സിലാണോ? പോസ്റ്റ് ഓഫീസ് വഴിയാണോ വരുന്നത്? അല്ല, അല്ല, പിന്നെ കുറച്ച് എഴുതിയുള്ളൂ, വാശി തീർത്തില്ല. കുറച്ച്. നിങ്ങളുടെ അവിടെ 25 എന്ന് പറഞ്ഞാൽ 25 തന്നെയല്ലേ അല്ലേ? അതെ. എന്നിട്ട് എവിടെ വരെ എത്തി എഴുതി? എന്ന് ചോദിച്ചാൽ ഒരു ഇത്തിരിയും എഴുതാനോട് കൂടെ എത്ര? ഇത്തിരിയും കൂടെ ഇത്രയും കൂടെ, അതായത് ഒരെണ്ണം എഴുതി, ഇനി 24 കൂടി ഉള്ളു, അങ്ങനെയാണോ? അല്ലേ? അങ്ങനെയല്ലേ? 2 റൗണ്ട് 23 എഴുതിയിട്ടില്ല. പറയ്. ഉണ്ട്. ആ, എണ്ണം പറയ. ഇത് എണ്ണാനും അറിയില്ല, അത് ഞാൻ പഠിപ്പിക്കുന്നു. എണ്ണ വേഗം. കൗണ്ട് കരോ. ജോയൽ, സുവോളജി ക്ലാസ് ആയതുകൊണ്ടാണോ നീ ഒരു സുവോളജി എക്യുപ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്? ഒരു ഇക്വേഷൻ 10 തവണയായി. ഇക്വേഷൻ 10 ടൈംസ് ആയി. 10 ഒരെണ്ണയായിരുന്നു. ഒരെണ്ണായി. ഒരെണ്ണോടുണ്ട്. ഓക്കെ, അത് എഴുതിയിട്ട് എന്തായാലും അയച്ചിട്ടത്.
ഇന്ന് Okay. തന്നെ അയച്ചിടണം. ജോയലിന് കൊടുത്ത ആ. പോലെ ഒരു ചാൻസ് കൂടി ഉള്ളൂ. Bye. ജോയൽ പിന്നെ ഭാനുമതി ഇന്ന് എന്ത് ചെയ്തു? മഴ പെയ്ത് ഒന്നും ചെയ്തൊന്നുമില്ല ഇന്ന് പ്രത്യേകിച്ച്. മഴ പെയ്തോ അവിടെ? അത് ചോദിക്കട്ടെ. ഇന്ന് മഴ പെയ്തോ? രാവിലെ ഒന്നും ഉണ്ടായില്ല, വൈകുന്നേരം ചെറുതായിട്ട് ചാറ്. ചാറി. ഓക്കെ. അപ്പോൾ ഇന്ന് ഫുൾ ഡേ എന്ത് ചെയ്തു? ഭാഗ്യത്തിന് കിട്ടിയൊരു അവധിയാണ്. കൊറേ നോട്ട് എഴുതാണ്ടായിരുന്നു, അസൈൻമെന്റ്. ഇതെന്തോന്ന് അതൊക്കെ അസൈൻമെന്റ്? എന്ത് അസൈൻമെന്റ് ഉള്ള? മലയാളം തന്നിട്ടുണ്ടായിരുന്നു. ഓ ഫോൺ ത്രൂ ആയിരിക്കും ഇപ്പോ അല്ലേ? അല്ലല്ല, അത് മുന്നേ തന്നതാ, അത് എഴുതിയിട്ടില്ല. ഓഹോ. അപ്പൊ പിന്നെ പിന്നെന്ത്? പിന്നെ അയ്യോ ഇവിടെ ഇല്ല. പിന്നെന്തുണ്ട്? സുവോളജി എടുത്ത് മാറ്റി മാത്സ് കൊണ്ടുപോട്ടോ. മാത്സ് എടുക്കുക എല്ലാവരും. ആദിത്യ, ചാരുദ, ദീപു, ഫാത്തിമ, ബൈസിൽ, റുമൈസ, പ്രിയ മിസ് ഇവിടെ ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. പ്രിയ മിസ്സിന്റെ തൊണ്ട ഈസ് നോട്ട് വർക്കിംഗ്. നാളെ ലീവ് ഉണ്ടോ എല്ലാവർക്കും? നീ വേണമെങ്കിൽ ലീവ് എടുത്തോ, ബാക്കിയുള്ളൊരു ക്ലാസ് അത്യാവശ്യമാണ്. ഹലോ ഹലോ അതൊക്കെ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ സുവോളജി ആയിരിക്കുമോ അറിയില്ല, അത് ഞാൻ പറയാം. ക്ലാസ് ടീച്ചർ പറയും. ഓക്കെ. സോ നമ്മൾ എന്താണ് കോണിക് സെക്ഷൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താണ് 3 ഡയമെൻഷനിലെ ജോമെട്രി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ആ ചാപ്റ്ററിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. സാർ ഇടയ്ക്ക് ലോ സൗണ്ട് ആണ്. യെസ്, അത് ഞാൻ അങ്ങനെ പറയുന്നു. ഓക്കെ. സോ ദെൻ ചാപ്റ്ററിന്റെ നെയിം എഴുതിക്കോളൂ. ചാപ്റ്റർ നമ്പർ 11 ഇൻട്രൊഡക്ഷൻ ടു 3-dimensional geometry. ഇല്ല, ഇന്ന് ചാപ്റ്റർ ടെസ്റ്റ് ഇല്ല, കാരണം ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് ഇന്നില്ല. ഓക്കെ. ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ്, ഈ ചാപ്റ്റർ ആരുടെയൊക്കെ സ്കൂളിൽ കഴിഞ്ഞു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു? കഴിഞ്ഞവർ പറഞ്ഞു. സ്കൂളിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയ ആരൊക്കെയാ? ഓക്കെ. ദെൻ 2 പേരെ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ആരൊക്കെയോ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ. സോ ലെറ്റ്സ് ഗോ. സെൽവകുമാർ എന്താണ് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഗുഡ് ഈവനിങ് സാർ. യെസ്, ഗുഡ് ഈവനിങ്. ഈ ചാപ്റ്ററിൽ ആകെ ഒരു ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ പഠിക്കാൻ. ആകെ ഒരു ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോ പിന്നെ വേറൊന്നുമില്ല. അത് വെച്ചിട്ട് എന്തോ കണ്ടുപിടിക്കും. അല്ല, ഇപ്പം ഒരു പാരലോഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ 4 സൈഡ് കണ്ടുപിടിക്കാനും അതിന്റെ ഡയഗണൽ ജോയിൻ ചെയ്യുന്നത് കണ്ടുപിടിക്കാനും. ഓക്കെ. അപ്പൊ നമ്മുടെ സെൽവകുമാർ പറഞ്ഞ പോലെ ആകെ ഒരു ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ.
പിന്നെ ഉള്ളത് ഒരു എന്താണ് നമ്മുടെ 3D സ്പേസിനെ ഇങ്ങനെ ഒക്ടന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. അപ്പൊ നമുക്ക് അധികം ഇതൊന്നും വേണ്ട. കോർഡിനേറ്റ് ആക്സസ് ആൻഡ് ദി കോർഡിനേറ്റ് പ്ലെയിൻ ഇൻ 3-dimensional സ്പേസ്. അതായത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. എന്താണ് ഈ ഒരു ഫിഗർ, ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അതായത് അതിന്റെ ടോപ്പ് സൈഡും ആൻഡ് ബോട്ടം നിങ്ങൾ നോക്കാം. ടോപ്പ് ആണെങ്കിൽ അവിടെ എന്താ, ഇവിടെ നോക്കാം, സ്ക്രീനിൽ നോക്കാം. ഈ ഭാഗത്താവും 1 2 3, പിന്നെ അപ്പറെ ഈ ഭാഗത്ത് ഇതിന്റെ ഈ ഭാഗത്ത് ഇവിടെ. ഓക്കെ, 4 ഭാഗങ്ങളുണ്ടാവും അല്ലേ? ഇത് നോട്ട് ചെയ്യണ്ട, ജസ്റ്റ് നോക്കാം. ഇത് ഒരു സ്പേസിലെ നമ്മൾ എന്ത് ചെയ്യാണ്, 4 ആക്സിസുകൾ ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ മുകളിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഫിഗർ ഒന്ന് ഇമാജിൻ ചെയ്യുക. മുകളിൽ 4 സ്പേസുകൾ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ക്വാഡ്രന്റ് പറയില്ലേ, ഇങ്ങനെ പറയില്ലേ, ഇങ്ങനെ സ്പേസ്. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ ഈ മൂലയിൽ ആ മൂല, അങ്ങനെ മുകളിൽ 4 ഭാഗങ്ങളുണ്ടാവും. ആൻഡ് ഇതിന്റെ താഴെയും അല്ലെ, തൊട്ട് താഴെയാണെങ്കിൽ ഇതേപോലെ തന്നെയായിരിക്കും 4 പോർഷൻസ് ഉണ്ടാവുന്നത്. അത് മനസ്സിലായോ? അത് ആലോചിക്കാൻ ഉള്ള ഇത് കിട്ടിയോ നിങ്ങൾക്ക് അല്ലെ? സോ അതാണ് ഒക്ടന്റ്. ഒക്ടന്റ് മീൻസ് എന്താ, 8 അറിയില്ലേ? ഓക്കെ, അപ്പൊ ഒക്ടന്റ് മീൻസ് 8 എന്താണ് ഭാഗങ്ങൾ അവിടെ ഉള്ള അല്ലെ, സ്പേസുകൾ അവിടെ ഉള്ള 3D സ്പേസുകൾ ഉള്ള. അപ്പൊ ഇതാണ് നമ്മൾ ഒക്ടന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഇൻ സ്പേസ്. ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് വരയ്ക്കുക. ദി കോർഡിനേറ്റ് ഓഫ് സ്പേസ്, മറ്റേതിന്റെ ബാക്കി ഞാൻ പറയാം. കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഇൻ സ്പേസ്, അതായത് ഒരു പോയിന്റ് സ്പേസിലെ ഒരു പോയിന്റ് നിങ്ങൾ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇരിക്കുന്ന റൂമോ അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കോർണറിലോട്ട് നോക്കി, എവിടെയെങ്കിലും കോർണർ ഏതെങ്കിലും താഴെയോ മുകളിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, 3 ആക്സിസ് ഉണ്ടാവും അല്ലെ? 3 ആക്സിസ് ഉണ്ടാവും അല്ലെ? ആ 3 ആക്സിസിന്റെ പ്രത്യേകത എന്താ? 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അല്ലെ? ഏതെങ്കിലും 2 സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവ തമ്മിൽ 90 ഡിഗ്രിയാണ്. അങ്ങനെ ഏത് പേർ വേണമെങ്കിലും എടുത്താലും 3 പേർ എടുക്കാൻ പറ്റുള്ളൂ. ആ 3 പേരും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? ചുവരിന്റെ കോർണറിലോട്ട് നോക്കുക, താഴെ മുകളിലോട്ട് നോക്കുക, അതൊരു സൗകര്യം. അപ്പൊ അവിടെ എന്താ, ഏതെങ്കിലും 2 ലൈനുകൾ ഉണ്ടാക്കുന്ന ആളെന്താ, 90 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഇനിയൊക്കെ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായ? അതായത് ഏതെങ്കിലും 2 ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ, 90 ഡിഗ്രിയാണ്. അതാണ് ഒരു 3D സ്പേസിലെ എന്താ, ഈ 3 ആക്സിസ് ഏതൊക്കെയാ, എക്സ് വൈ സെഡ് 3 ടീംസ് എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, 3D സ്പേസ് മീൻസ് അവിടെ 3 ആൾക്കാരുണ്ടാവും അല്ലെ, എക്സും വൈയും സെഡും. സോ അത്തരത്തിലൊരു പോയിന്റ് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു പോയിന്റ് പി ഓഫ് എക്സ് വൈ സെഡ്. ഓക്കെ, സോ എന്താണ്, ഒരു പോയിന്റ് എടുക്കുകയാണ്. അപ്പൊ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു കോമൺ പോയിന്റ് എടുക്കുകയാണ്. എക്സോ വൈയോ സെഡോ ഒന്നും നമുക്കറിയില്ല. ഇനി ആൻഡ് ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടാവും, ഒരു ഒറിജിൻ ഉണ്ടാവും അല്ലെ? ഒരു ഒറിജിൻ എവിടെയെങ്കിലും ഒരു ആക്സിസ്, 3 ആക്സിസുകൾ ഒരു ഒറിജിൻ ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒറിജിനും ആ ഒരു പോയിന്റ് തമ്മിലുള്ള ദൂരമൊക്കെ നമുക്ക് എന്താ, ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ, ആൻഡ് ഇനി ആ ആക്സിസുകൾ നോക്കുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഈ ഫിഗറിലുള്ള സെഡ് ആക്സിസ് എല്ലാം കൂടെ നോക്കുക. ഇനി നോക്കുക, ഈ ഒരു എക്സ് ആക്സിസ് എടുക്കുക. അതായത് ഞാൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ആക്സിസ് എടുക്കുക, എക്സ് ആക്സിസ്. ആ എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റ് എങ്ങനെയായിരിക്കും, അവിടെ വൈയും സെഡും 0 ആയിരിക്കും. ആണല്ലോ? എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും ജസ്റ്റ് ഒരു 2D സ്പേസ് എടുക്കാണെന്ന് വിചാരിക്കും. 2D സ്പേസ്, ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് നമ്മുടെ വൈ എങ്കിൽ എക്സ് വൈ നോർമൽ നിങ്ങൾ ഇത്ര നാൾ പഠിച്ചിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഈ ഒരു പോയിന്റ് ആക്സിസ് ഇവിടെ ഒറിജിൻ ആണ് 0,0. ഇവിടത്തെ ഒരു പോയിന്റ് എടുത്താൽ അതെന്തായിരിക്കും, അപ്പോൾ ഇത് 1 2 ആണെന്ന് വിചാരിച്ചു. ഇതെന്താ 2,0. അതായത് എക്സ് ആക്സിസിൽ എന്താ, വൈ 0 ആണ്. എഗെയിൻ ഇവിടെ 3 ആക്സിസ് വന്നാൽ എന്താ, എക്സ് ആക്സിസിൽ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, വൈയും സെഡ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, എക്സ് കോമ
0, 0 എന്ന് പറയാം. എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ഈസ് ഓഫ് ദി ഫോം എക്സ്, 0, 0. ഇതൊക്കെ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് വൺ വേർഡ് ആയിട്ട്. ഇനി അഗെയിൻ എനി പോയിന്റ് ഓൺ ദി വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0, y, 0 ആയിരിക്കും. ആൻഡ് ഫൈനലി എനി പോയിന്റ് ഓൺ ദി z ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓഫ് ദി ഫോം 0, 0, z. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം. ദാ എനി പോയിന്റ് ഓൺ ദി കോർഡിനേറ്റ് ഓഫ് എക്സ് വൈ പ്ലെയിൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കാം. അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇത് വൈയും സെഡും ഉള്ള ഏരിയ ആണ്. അതായത് വൈ കോർഡിനേറ്റും ദെൻ സെഡ് കോർഡിനേറ്റും ഒക്കെ ഉള്ള ഏരിയ ആണ്. അവിടെ ആരുണ്ടാവില്ല? എക്സ് ഉണ്ടാവില്ല. ഇതാണ് മക്കളെ ഈ ഭാഗത്ത് വൈയും എക്സും കൂടെ ഉള്ള ഭാഗത്ത്, വൈയും സെഡും കൂടെ ഉള്ള ഭാഗത്ത് അവിടെ എന്തുണ്ടാവില്ല? എക്സ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അവിടെ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. Then any point on the last one എടുക്കുക. any point on the coordinate of y z plane. y z പ്ലെയിനിൽ എന്തുണ്ടാവില്ല? എക്സ് ഉണ്ടാവില്ല. സോ ഇവിടെ ജനറൽ ആയിട്ട് നമുക്ക് 0, y, z എന്ന് എഴുതാം. any point on the എന്താണ്? y z പ്ലെയിൻ. ആ ഭാഗത്ത് നമ്മൾ എന്ത് പറയാ? y z പ്ലെയിൻ എന്ന് പറയാ. അവിടുത്തെ എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ജനറലി നമുക്ക് എന്ത് പറയാം? 0 any point on the xy plane then yz plane is 0, y, z എന്ന് പറയാം. ക്ലിയർ? ഇനി അതേപോലെ സിമിലർലി നമുക്ക് എന്ത് പറയാം? എനി പോയിന്റ് ഓൺ ദി എക്സ് സെഡ് പ്ലെയിൻ. ഇവിടെ എന്തായിരിക്കും? y 0 ആയിരിക്കും. സോ x, 0, z. എനി പോയിന്റ് ഓൺ ദി എക്സ് സെഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y 0 ആയിരിക്കും. സോ x, 0, z. പിന്നെന്താ ലാസ്റ്റ് വൺ? എനി പോയിന്റ് ഓൺ ദി എക്സ് വൈ പ്ലെയിൻ. അവിടെ z 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. എക്സാമിന് എങ്ങനെ ചോദിക്കാന്നറിയോ? ഇപ്പൊ ഒരു പോയിന്റ് തരാണ് നമുക്ക് 0, 2, 5. ഇത് ഏത് പ്ലെയിനിലാന്ന് ചോദിക്കാം. ഏത് പ്ലെയിനിലാ? അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ് അല്ലെ? അപ്പൊ എന്താ? y z പ്ലെയിനിലായിരിക്കും. അങ്ങനെ എക്സാമിന് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 6 കാര്യങ്ങൾ അറിഞ്ഞു വെച്ചേക്കാം. ഇത് ക്ലിയർ ആയോ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? ഒന്ന് പറയ്. ക്ലിയർ. എന്തൊരു സൗണ്ട് ഉണ്ടായിരുന്ന ആളായിരുന്നു പറയുന്നത്. ഇപ്പൊ എന്റെ സൗണ്ട് പോയി. ഓക്കെ, ദെൻ ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഒക്ടന്റ് ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. അതായത് നമ്മളെ 8 ഒക്ടന്റുകളെ, ഒക്ടന്റ് മീൻസ് എന്താ? 8 അല്ലെ? അപ്പൊ ഈ 8 ക്വാഡ്രന്റുകളാണ് നമുക്കുള്ള. ഈ 8 ക്വാഡ്രന്റുകളെയും സൈൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു മീൻസ് ഈ ക്വാഡ്രന്റ് ഏതാണെന്നും ചോദിക്കില്ല, ക്വാഡ്രന്റുകൾ ഇങ്ങനെ തരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തേർഡ് ക്വാഡ്രന്റ് എടുക്കാം. തേർഡ് ക്വാഡ്രന്റിൽ ഇത് എങ്ങനെയാണ് പഠിക്കണം നോക്കാം. തേർഡ് ക്വാഡ്രന്റിൽ എക്സ് ആക്സിസ് എന്താ? നെഗറ്റീവ് ആയിരിക്കും. y ആക്സിസും നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് z എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് തേർഡ് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, y കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, ആൻഡ് z കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ നമ്മുടെ സെവൻത്ത് ക്വാഡ്രന്റിൽ എന്താ? എക്സും വൈയും സെഡും 3 കോർഡിനേറ്റ്സും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് എക്സാമിന് എങ്ങനെ ചോദിക്കുക? ഒരു പോയിന്റ്, ഒരു എക്സാമ്പിൾ തരാണ്. -1, 3, then 4 അല്ലെ? ഈ ഒരു പോയിന്റ് ഏത് ക്വാഡ്രന്റിലായിരിക്കും എന്നായിരിക്കും ചോദ്യം. ഇതാണ് -1, 3, 4 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഏത് ക്വാഡ്രന്റിലായിരിക്കും എന്നായിരിക്കും ചോദ്യം. അപ്പൊ നോക്കിയേ, നെഗറ്റീവ് പ്ലസ് പ്ലസ്, അതിവിടെ എവിടെ നോക്കി? നെഗറ്റീവ് പ്ലസ് പ്ലസ്, അതേതാ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ലൈസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയാം. അങ്ങനെ. അപ്പൊ ഇത് പഠിച്ചു വെക്കാനുള്ള എളുപ്പവഴി എന്താ? സോ ആദ്യം ഞാൻ ചെയ്യാനുള്ള പരിപാടി, ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, മുകളില് സെയിമാ, പ്ലസ് മൈനസ് മൈനസ് പ്ലസ്, പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. ഇനി അടുത്ത എന്താ? ഇതും സെയിം, പ്ലസ് പ്ലസ് മൈനസ് മൈനസ്, പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് അല്ലേ? ഇനി ലാസ്റ്റ് എന്താ? ഇവിടെ ഒക്കെ പോസിറ്റീവ്, ഇവിടെ ഒക്കെ നെഗറ്റീവ്. കണ്ടോ? അങ്ങനെ
പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ. സ്കൂളിൽ ഒരു ട്രിക്ക് പറഞ്ഞു. ഓക്കെ, ഈ ട്രിക്ക് എങ്ങനെയുണ്ട്? ഓക്കെ, സോ ഇത് വേഗം എഴുതിയെടുക്കുക. XYZ. നവീൻ ക്ലിയർ ആയോ? ക്ലിയർ. സോ എഴുതിയെടുക്കുക. ഡൗട്ടുകൾ എന്താ സ്പോട്ടിൽ ചോദിച്ചു പോവാം. Z താഴെ എല്ലാം നെഗറ്റീവ് അല്ലേ? Z താഴെ എല്ലാം നെഗറ്റീവ് അല്ല. ആദ്യത്തെ 4 പോസിറ്റീവ് ആണ്, പിന്നെ 4 നെഗറ്റീവ് ആണ്. ഐശ്വര്യ എൻ്റെ ആണോ? എൻ്റെ അല്ല. ഹലോ, ആ ഓക്കെ. ഹലോ ഹലോ, ഐശ്വര്യയുടെ പ്രശ്നമല്ലേ? അതെ, ആ, ഓക്കെ. ഇരിപ്പിന് സ്റ്റക്കായി ഇങ്ങനെ നിക്കുക. ഓ, കിറി ഇങ്ങോട്ട് വെച്ചിട്ട് നിക്കുന്നു. ഇപ്പോഴോ? ഇപ്പോഴും അങ്ങനെയാ? ആ എനിക്ക് സാധനം കാണുന്നില്ല, സ്റ്റക്ക. ആണോ? ജസ്റ്റ് എന്നാ റീജോയിൻ ചെയ്യും. കഴിഞ്ഞിടക്ക് റീജോയിൻ ചെയ്യാനായിട്ട് ലീവ് ചെയ്താ, പിന്നെ ആ വഴി പോവുക ചെയ്ത്, വന്നിട്ട് കയറിയിട്ടും ഒരു ശരിയാവുന്നില്ല. ഓക്കെ, എന്നാ നെറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കി. വൈഫൈ പക്ഷെ ആ, അപ്പോ ഐ മീൻ മഴയൊക്കെ അല്ലേ, അതിന്റെ വിഷയം ആയിരിക്കും. റുമൈസ, എഴുതി കഴിഞ്ഞോ? ഹലോ, കേൾക്കുന്നില്ല. സംതിങ് നമ്മണ്ട് എറണാകുളംകാർക്ക് ലീവ് ഇല്ല. നാളെയും ലീവ് ഉണ്ടോ? കഴിഞ്ഞില്ലേ? ഇപ്പോഴും മഴയുണ്ടോ എവിടെയെങ്കിലും? ജോയൽ, നെറ്റ്വർക്കിന് കണക്ട് ചെയ്യുന്ന ഇതിന്റെ പേരെന്താ? കണക്ടറിന്റെ പേരെന്താ? പാസ്പോർട്ടാണോ ഉദ്ദേശിച്ചത്? പാസ്പോർട്ട് അല്ല, നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന. ആ യെസ്, അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കും. അതിന്റെ വല്ല റൗട്ടറിന്റെ കാര്യം ചോദിക്കും, പറഞ്ഞുതരാം. ആ, റൗട്ടറിന്റെ വയേഴ്സ് എന്ത് മെറ്റീരിയൽ വെച്ചുണ്ടാക്കി? മെറ്റീരിയൽ ഇതന്നെ ഞാൻ ഉണ്ടായത്. കംപ്ലൈന്റ് ഒന്നും അല്ല, കോൺഫിഗറേഷൻ അതറിയണ്ടേ? അതിനെ പറ്റി ആരെങ്കിലും ചോദിച്ചറിയണ്ടേ? എന്നത്തിന് നമ്മളതൊന്നും ചെയ്യുന്നില്ല. കണക്ഷൻ ഏതാ? ഞാനൊരു നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ആണ്. എന്നിട്ട് വയർ എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവൻ അറിയില്ല. വയറോ ഫൈബർ അല്ലേ? അതാണോ ഉദ്ദേശിച്ചത്? നീക്കല്ലേ പുതിയ തലമുറ നോക്കണേ, അടിപൊളിയുണ്ട്. ഓക്കെ, സോ ഇത് കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഇത് കഴിഞ്ഞോ? പറഞ്ഞേ. കഴിഞ്ഞു. Then നോക്കുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അറിയാലോ, ഇവിടെ എന്താ, 2 ആൾക്കാരല്ല 3 ആക്സസ് ഉണ്ട്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്തായിരിക്കും? ഒരാളും കൂടെ കൂടുന്നു അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് സപ്പോസ് PQ എന്ന് പറയുന്ന 2 പോയിന്റുകളാണ് സ്പേസിലുള്ള. അവർ 2 പേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? PQ is equal to square root of x2 minus x1 all square plus y2 minus y1 all square plus z2 minus z1 all square. ആകെ ഒരു ഇക്വേഷൻ മാത്രമേ എന്തുള്ളൂ ഈ ചാപ്റ്ററിലുള്ളൂ.
അപ്പോൾ വേഗം എഴുതിയെടുത്തോളൂ. സപ്പോസ് പി ഈസ് ഓഫ് ദി പോയിന്റ് x1 y1 z1 and q is of the point x2 y2 and z2. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പോയിന്റ്സ് p and q is equal to എഴുതി വെക്കുക. പടം വരയ്ക്കണ്ട, ജസ്റ്റ് ഇത് എഴുതിയാൽ മതി. കഴിഞ്ഞവർ പറയാ. കംപ്ലീറ്റ് ആയെങ്കിൽ പറയാ. കഴിഞ്ഞു. then find the distance between the following pair of points. ഇതൊന്ന് ചെയ്തു നോക്കിയേ. ചെയ്യാ. ഫസ്റ്റ് കേസിന് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ആണ് x1 y1 z1, അടുത്താണ് x2 y2 z2. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ പോയിന്റ് x1 y1 z1 അല്ലെങ്കിൽ ഇത് x2 y2 തിരിച്ചെടുത്താലും കുഴപ്പമില്ല. കാരണം എന്താ, അത് രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസിനെ സ്ക്വയർ ചെയ്യാണ് അല്ലെ. അപ്പൊ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും സ്ക്വയർ ചെയ്താൽ അവിടെ വേറെ വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. ഫൈനൽ ആൻസർ കറക്റ്റ് ആയി. കഴിഞ്ഞോ? കഴിഞ്ഞു. നവീൻ, ഹലോ. യെസ് നവീൻ, ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്തോന്നു? ഓ അറിയില്ലെന്നോ? പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞ നീയെ. സപ്പോസ് ഇത് പി ആണ്, നമ്മുടെ ക്യൂ ആണെന്ന് വിചാരിക്കും. പി ക്യൂ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല എന്താ?
x2 എന്നാണോ മോനെ തുടങ്ങണേ? നീ ഒന്ന് അതൊക്കെ നോക്കി ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. സ്ക്വയർ റൂട്ട് ഓഫ് അല്ലേ? ഇങ്ങനെ സംഭവത്തിനുള്ളിലല്ലേ ഇട്ടിരിക്കുന്നേ. അപ്പോ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഇതേതാ? x1 y1 z1 എടുത്തോ. ഇത് x2 y2 z2 എടുത്തോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കടാ. ഇത് ബാലരമ ഫില്ല് ചെയ്യണ പോലെ നീ പറയ്. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർക്ക് പറയേ. നമ്മളെന്ത് നമുക്ക് ദൈവം ഇത്രയും വലിയ തൊണ്ട വന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് ഓർക്ക് പറഞ്ഞു. ഹലോ ഹലോ. പറയ് നീ. തെറ്റണി തെറ്റട്ടെ. മൈനസ് ഓ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇക്വേഷൻ ഏതാ? അതൊന്നും നീ വായിച്ച് ഉറക്കെ വായിച്ചേ. ഇക്വേഷൻ ഒന്ന് വേഗം വായിച്ചേ. ഇക്വേഷൻ എഴുതിയില്ല. പിന്നെ നീ എന്തിനാ മോനെ ഇവിടെ പി ഓഫ് x1 y1 z1 ഒരു പോയിന്റ് ആണ്. പി ഓഫ് x2 y2 z2 മറ്റൊരു പോയിന്റ് ആണെങ്കിൽ പി യും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് പി ക്യൂ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. ഓക്കെ. നവീൻ എന്നാ ജോയിൻ ചെയ്തേ? ഇന്നലെ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ എന്താ അതിൽ എഴുതാൻ പറയുമ്പോൾ അത് എഴുതണം. ഓക്കെ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കും. അപ്പോൾ ചെറിയ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, അതിനുള്ള ഉത്തരങ്ങൾ നീ പറയാൻ ശ്രമിക്കാം. ഓക്കെ. പറ്റും. ഓക്കെ. ഇനി അടുത്ത ആളാരാ? അവന്തിക. ഹലോ. അവന്തിക പറഞ്ഞോളൂ. -3 ഓക്കെ. whole square plus 4 minus 7 whole square ഓക്കെ. പിന്നെ -1 -2 whole square. ഇനി 2 മൈനസ് -3 എന്ന് പറഞ്ഞാൽ എന്താ? 2 + 3 which is 5. അടുത്തത് 4 മൈനസ് 7 എന്ന് വെച്ചാല് -3 സ്ക്വയർ. ഇനി which is -3 സ്ക്വയർ. കഴിഞ്ഞു. ഈക്വൽ ടു 25 + 9 + 9 അല്ലെ? എന്ത് വന്നു? എത്ര കിട്ടിയേ? 43 അല്ലേ? റൂട്ട് 43. ഇനി സെക്കൻഡ് വൺ എന്താ? അഗെയിൻ ഇതെന്താ? എ ബി ആണെന്ന് വിചാരിച്ചു. എ ബി ഈക്വൽ ടു അഗെയിൻ ഇതേപോലെ ചെയ്യാം. ഇത് വരും x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. 1 + 1 എന്താ? 2 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ 8 സ്ക്വയർ അല്ലേ? 4 + 36 + 64. എന്ത് വന്നു?
√104 വന്നു അല്ലേ? ഇതല്ലേ വന്നേ? മനസ്സിലായോ നവീൻ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ അടുത്ത് നീ പറഞ്ഞു ക്ലിയർ ആയിരുന്നു അതിനെ. ദെൻ ഇത് കഴിഞ്ഞോ? ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയവരുണ്ടോ? ഇല്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നു. Let capital A is of the point 0, 7, 10 and B -1, 6, 6 and point C -4, 9, 6 are the vertices of a triangle. Show that it is a right triangle. കണ്ടോ? 3 പോയിന്റുകൾ തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതൊരു ട്രയാങ്കിളിലെ പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ആകെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യം? എന്താ? ഡിസ്റ്റൻസ് ഫോർമുലയാണ്. അപ്പൊ എന്താ? ഈ പേരുകൾ വെച്ചിട്ട് ഡിസ്റ്റൻസ് ഫോർമുല കണ്ടുപിടിക്കുക. നമുക്ക് റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ സം എന്താ? മൂന്നാമത്തെ സൈഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡുകളെ പൈതഗോറസ് തിയറം വെച്ചിട്ട് എഴുതാ. സപ്പോസ് ജസ്റ്റ് ഒരു റഫ് ഫിഗർ ആണ്. ABC ആണെങ്കിൽ എന്താ? AB² പ്ലസ് AC² ഈക്വൽ ടു BC² ആണ് ഇവിടെ അല്ലേ? അതേപോലെ ഏതെങ്കിലും രണ്ട് സൈഡുകള് രണ്ട് സൈഡുകളിലെ സമ്മ് മൂന്നാമത്തെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ടയറുകൾ AB കണ്ടുപിടിക്കുക, BC കണ്ടുപിടിക്കുക, AC കണ്ടുപിടിക്കുക. വേഗം ചെയ്തേ. കഴിഞ്ഞോ? AB കണ്ടുപിടിക്കുക, BC കണ്ടുപിടിക്കുക ആൻഡ് EC മൂന്ന് പേരെയും കണ്ടുപിടിക്കുക. ചെയ്ത് കഴിഞ്ഞവര് പറയുക. കഴിഞ്ഞു. സോ നമുക്ക് ആരെ വിളിക്കാം? നിങ്ങൾ ആരുടെയും പേര് പറയൂ. ആരെ വിളിക്കണം? ആരുടെ പേര് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് തരാം. ആദ്യം കാണുന്ന പേര് ഞാൻ വിളിക്കും. ദേവപ്രിയക്ക് എപ്പോഴും ഈ പേര് മാത്രമേ ഉള്ളൂ. ആ പേര് കണ്ട ഒന്ന് എഴുതി ഇടാൻ തോന്നുന്നു അല്ലേ?
വേറെ പേര് വേറെ. ഓക്കെ ഓക്കെ ഓക്കെ. ഐശ്വര്യ. ഓ ഐശ്വര്യ ഫാൻസ്. ഐശ്വര്യ, നിങ്ങൾക്ക് ആരുടെ പേര് വേണമെങ്കിലും ഇടാട്ടോ, അങ്ങനൊന്നുമില്ല. ആ ഐശ്വര്യ, ഐശ്വര്യനാണ് എല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ ആരാകട്ടെ എനിക്കറിയാം. ഓക്കെ ആ ഓക്കെ. ഷാഹിദായിരിക്കും. അവനെ എനിക്കിട്ട് പണിയെ നോക്കി നിൽക്കാം. ഓക്കെ സോ പറഞ്ഞോളൂ. എ ബി എന്ത് പറഞ്ഞു? ഞാൻ ഹാഫ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. എ ബി ചെയ്തില്ല ഇതുവരെ. എനിക്ക് ഹാഫ് കട്ടായിരുന്നു, എനിക്ക് കാണത്തില്ല, ബ്ലറായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ, ഞാൻ ഇപ്പം ഫാസ്റ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ അപ്പൊ എ ബി മാത്രം പറഞ്ഞു, ബാക്കി എനിക്ക് വേറെ. ഓക്കെ, x2 - x1 അത് പറയണ? അത് വേണ്ട, അത് എല്ലാവർക്കും അറിയാലോ. ഇനി ആ. അടുത്തത് ഇതിലോട്ട് അത് അപ്ലൈ ചെയ്യുന്ന കേസ് പറയും. -1 ആ. -0 ഓ the whole square ഓക്കെ. plus ആ. 6 - 7 the whole square plus 6 - 10 the whole square. ഓക്കെ പിന്നെ അത് കിട്ടുക റൂട്ട് -1 the whole square പറഞ്ഞോ plus -1 the whole square ഓക്കെ plus -4 the whole square. ഓക്കെ പിന്നെ അപ്പം 1 + 1 + -16 കിട്ടും. -16 ആ, അതെങ്ങനെ? അത് 16 പിന്നെ അപ്പൊ എ ബി എന്ത് വന്നു ഫൈനലി? 80 √80. റൂട്ട് 18 വന്നു. ഓക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് വിളിക്കും. ഓക്കെ നെക്സ്റ്റ് ഒരു പേര് പറയൂ. ഓക്കെ അതിന് താഴെ ഒരു പേരുണ്ട്, ശിവാനി. ശിവാനി ഫാൻസ്, നിങ്ങൾ ഭയങ്കര മോശമാണ്. നിങ്ങൾ ആരും നിങ്ങളുടെ വേറെ പേരുകളൊന്നും പറയുന്നില്ല. ഹലോ. ശിവാനിയുടെ പേര് അപ്പൊ ആര് പറഞ്ഞു ഞാൻ പറയില്ല കേട്ടോ, അത് പേടിക്കണ്ട. ആരിട്ടു എന്ന് പറയില്ല. അങ്ങനെ ഇട്ടാ നിങ്ങക്ക് പിന്നെ ഒരു പേര് പറയാൻ കുറ്റബോധം തോന്നും. അടുത്ത ബി സി. √(-4) ബി സി -4 4 -1 -1 whole square സ്ക്വയർ plus 9 minus 6 whole square plus 6 minus 6 the whole square. ഓക്കെ then അപ്പം -3 square -4 + 1 ആണ്, അപ്പൊ -3 ആയിട്ട് മാറി ഹോൾ സ്ക്വയർ. പിന്നെ plus 3 square plus 0. then 9 + 9 plus 9 √80. √18. ഓക്കെ അടിപൊളി. അപ്പൊ നമുക്ക് ബി സി എന്ത് √18 വന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് ദീപു. ഓഹോ ദീപു ഫാൻസ്. ദീപു നിന്നൊക്കെ എന്റെ ഫാൻസ് ഇവിടെ ഉണ്ട്. ദീപുവിന്റെ പേര് പറഞ്ഞവർ ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഓക്കെ ദീപു പറഞ്ഞോ. ഗുഡ് ഈവനിങ് സർ. യെസ് ഗുഡ് ഈവനിങ്. അടുത്തത് ഏത് പോയിന്റ്, ഏത് കണ്ടുപിടിക്കണ്ടേ? എന്താ കണ്ടുപിടിക്കണ്ടേ? എ സി അല്ലേ? എ സി കറക്റ്റ്. അപ്പൊ എ സി എന്ത് വരും? √(-4 - 0 whole square -4 - 0 whole square plus plus 9 - 7 whole square 7 whole square plus plus 6 - 10 whole square 10 whole square is equal to √16 plus 4 plus 16. 16. അത് നിങ്ങൾ എഴുതിക്കോളൂ. അതായത് -4 - 0 എന്താ? -4 തന്നെ. അതിന്റെ സ്ക്വയർ എന്താ? 16. 9 - 7 ആണെങ്കിൽ 2 ആയിരിക്കും. 2ന്റെ സ്ക്വയർ 4. 6 - 10 -4 അതിന്റെ സ്ക്വയർ 16. അപ്പോ എന്ത് വന്നു? എ സി എന്ത് വന്നു?
root 36 equal to 6. റൂട്ട് 36. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ എഴുതുന്നില്ല കേട്ടോ. വെയിറ്റ് ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി. AC എനിക്ക് റൂട്ട് 36 വന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ ഇത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞ ഏതെങ്കിലും രണ്ട് സൈഡുകൾ സമ്മ് ചെയ്താൽ മൂന്നാമത്തെ സൈഡ് കിട്ടണം അല്ലേ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോവാണ്. AB² പ്ലസ് BC² ഈക്വൽ ടു എന്താ വന്നു ഇവിടെ AC². അതായത് AB² എന്ന് വെച്ചാൽ റൂട്ട് 18 സ്ക്വയർ, BC² മീൻസ് അഗെയിൻ റൂട്ട് 18 അല്ലേ. നോക്കിയേ, കണ്ടോ. therefore നമുക്ക് എന്ത് പറയാം, ABC is a right triangle ആണ് പറയുന്നത്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയും. ക്ലിയർ ആയോ? എങ്ങനെയാണ് നമ്മൾ അതിലോട്ട് അപ്രോച്ച് ചെയ്തത്? ക്ലിയർ ആയോ? ക്ലിയർ ആയി. യെസ്, റൂട്ട് 18ന്റെ വാല്യൂ എടുക്കണ്ട ഇപ്പൊ. വാല്യൂ വേണ്ട, അതിന് ഭേദം എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതല്ലേ. മനസ്സിലായോ? ആ ഓക്കെ, ഇത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദി ഫോളോയിങ് ഫിഗർ, ഫൈൻഡ് ദി ഡിസ്റ്റൻസ് PQ. ഇവിടെ PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? P കണ്ടുപിടിക്കണം അല്ലേ. P കണ്ടുപിടിക്കണം, അതേപോലെ Qവും കണ്ടുപിടിക്കണം. അപ്പൊ ഇത് നിങ്ങൾ നോക്കി. ഫിഗർ വരയ്ക്കാട്ടോ, തെറ്റാതെ വരയ്ക്കുക. കഴിഞ്ഞോ? ഇനി നോക്കുക, ഇവിടെ P എന്ന് പറയുന്ന പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റും കണ്ടുപിടിക്കാൻ. സോ നിങ്ങൾ ഈ ഒരു ഏരിയാസ് ഒക്കെ നോക്കുക. P എന്ന് പറയുന്ന പോയിന്റ് ഈ ഭാഗത്താ. ഏത് പ്ലെയിനിലായിരിക്കും? XY പ്ലെയിനിലായിരിക്കും അല്ലേ. P എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് തല പോയിക്കുക എല്ലാവരും. XY എന്ന് പറയുന്ന പ്ലെയിനിലായിരിക്കും. സോ ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ ഈ പോയിന്റിന്റെ X ആക്സിസിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 3 അല്ലേ. പോയിന്റ് ആലോചിക്കുക, ഇതായിരിക്കും X ആക്സിസിലെ ആ ഒരു ഡിസ്റ്റൻസ്. സോ നമുക്ക് P എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. XYZ ആണെങ്കിൽ 3. ഇനി ഇതിന്റെ Y ആക്സിസിൽ ഡിസ്റ്റൻസ് എന്താ? അതായത് ഈ ഒരു ലെങ്ത് ആണല്ലോ Y ആക്സിസിലെ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് അതെന്താ? ഓൾറെഡി തന്നിട്ട് 4 അല്ലേ. 4. ഇനി അടുത്തത് Z ആക്സിസിലെയോ ഈ ഒരു ഹൈറ്റ് എന്താ? എന്ത് തന്നിട്ടുണ്ട്? 5 തന്നിട്ടുണ്ട്. അത് തന്നെയായിരിക്കും ഇതും അല്ലേ. ഇതും
ഇതൊക്കെ എന്താ 5 തന്നെയാണ്. 5 പി എന്ന് പറയുന്ന പോയിന്റ് 3 4 5 എന്ന് കിട്ടി. ഇനി ക്യൂ എന്ന് പറയുന്ന പോയിന്റ്, ക്യൂ നോക്കിയേ, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാ. ക്യൂ ഇവിടെ, ക്യൂ ആണെങ്കിൽ ക്യൂ എവിടെയാ കിടക്കുന്നത്? വൈ ആക്സിസിലാണ് കിടക്കുന്നത്. വൈ ആക്സിസിലെ ഒറിജിൻ മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എന്താ? 4 ആണ്, തന്നിട്ടുണ്ട് അല്ലെ. വൈ ആക്സിസ് കിടക്കുന്ന പോയിന്റിന്റെ എക്സും സെഡും എന്താ? 0. സോ ക്ലിയർ ആയോ? പി ക്യൂ കണ്ടുപിടിച്ചു വേഗം. പി ക്യൂ ഈക്വൽ ടു PQ equal to root 34. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ ആദ്യം എന്താ? പി ക്യൂ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, പി ക്യൂ കണ്ടുപിടിക്കണം. ഒന്നുകൂടി എഴുതാൻ ശ്രമിക്കാം. ഞാൻ പെട്ടെന്ന് കൈ ഇങ്ങനെ പിടിച്ച് പി ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം പി ഏതാണെന്ന് അറിയണം, ക്യൂവും ഏതാണെന്ന് അറിയണം. അപ്പോൾ പി എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റ് വരുന്നത് എവിടെയാ? എക്സ് വൈ പ്ലെയിനിലാണ്. ആ ഫിഗർ ഒന്ന് ആലോചിക്കുക, ഇമാജിൻ ചെയ്യുക അല്ലെ. അപ്പൊ അതിന്റെ പി എന്ന് പറയുന്ന എക്സിലെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ആ എക്സ് ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? പി മുതൽ ഒറിജിൻ വരെ അല്ലെ. പി മുതൽ ഒറിജിൻ വരെ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിസ്റ്റൻസ് ഒക്കെ തന്നെയായിരിക്കും. ഇത് ജസ്റ്റ് ഇതെന്താ നോക്കിയേ, ഈ ഡിസ്റ്റൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ആണ്, അവിടെയാണെങ്കിൽ ഇതും 3 തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ ആദ്യം എക്സിലെ ലെങ്ത് 3. ഇനി വൈ എന്ന് പറയുന്ന ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് എന്താ? ഇവിടെ മുതൽ വൈ ആക്സിസിലെ ലെങ്ത് നോക്കുക. അതെന്താ? 4 ആണ് അല്ലേ. വൈ ആക്സിസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്താ? അത് 4 ആണെന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് 4 എഴുതാം. ഇതേപോലെ നമ്മുടെ സെഡിൽ എന്താ? ആ ഹൈറ്റ് ഓൾറെഡി 5 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡാറ്റയിൽ കൊടുത്തിട്ടുണ്ട്. ആക്സിസുകൾ നോക്കുക, 5. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാ? ക്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എവിടെ? ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എവിടെയുള്ളതാ? ആ ഒരു വൈ ആക്സിസിലുള്ള പോയിന്റ് ആണ്. അവിടെ എക്സും സെഡും എന്തായിരിക്കും? 0 ആയിരിക്കും. വൈ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 0,4,4 വെച്ചിട്ട് ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ക്ലിയർ? അതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഇതാ നോക്കാം. ഷോ ദാറ്റ് ദി പോയിന്റ്സ് എ ബി സി ഡി തന്നിട്ടുണ്ട് ആർ ദി വേർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം. പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഒപ്പോസിറ്റ് സൈഡ്സ് എന്താ? ഈക്വൽ ആണ് അല്ലേ. നമുക്ക് പാരലൽ ആണോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് ഇവിടെ അറിയേണ്ട ആവശ്യമില്ല. ഈക്വൽ ആണോ നോക്കിയാൽ മതി. ഒപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണോ? നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ആ ഒരു ആ ഒരു കാര്യം മാത്രമല്ലേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 4 പെയറുകളും ചെയ്യാം. എ ബി, ബി സി, സി ഡി ആൻഡ് എ ഡി. ഓക്കെ, അങ്ങനെ 4 പെയറുകൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഏതെങ്കിലും 2 ആൾക്കാർ ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പെയറുകൾ ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പാരലോഗ്രാം എന്ന് പറയാം. ക്ലിയർ ആയോ? എ ബി സി ഡി ചെയ്യും. എന്നിട്ട് കണ്ടുപിടിക്കുക, 4 ആൾക്കാരെയും കണ്ടുപിടിക്കുക. എന്നിട്ട് പെയറുകൾ ഈക്വൽ ആവുന്ന 2 ആൾക്കാരെ ചൂസ് ചെയ്യുക. അവർ 2 പേരും ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി. ഓക്കെ, ഓരോ പേരുകൾ എടുക്കുക. എ ബി, ബി സി, അതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് ഫോർമുല കണ്ടുപിടിക്കുക.
നവീൻ ചെയ്ത് കഴിഞ്ഞോ? AB കണ്ടുപിടിക്കുക, BC കണ്ടുപിടിക്കുക, CD കണ്ടുപിടിക്കുക ആൻഡ് ED 4 പേരെയും കണ്ടുപിടിക്കുക. കഴിഞ്ഞോ? കിട്ടിയോ? നമുക്ക് ഒരാളോട്ട് പോവാം. ആര് വരും? ജോയൽ പറഞ്ഞോളൂ. ഹലോ. ഹലോ. ആ ജോയലിന് എന്ത് കിട്ടി? AB. AB. റൂട്ട് 1 വേഗം പറഞ്ഞോ. minus 1 whole square plus -2 whole square plus 5 minus -1 whole square 5 minus -1 whole square. 5 minus 1 whole square. ഒരു മൈനസ് അല്ലേ ഉള്ളൂ? ഒരു മൈനസ് അല്ലേ? അല്ലല്ലോ. AB. AB. 5 ഓക്കെ. അപ്പൊ തെറ്റില്ലേ? എനിക്ക് തെറ്റി. അപ്പോ ബാക്കി എന്ത് വരും? എന്നിട്ട് ബാക്കി സ്ക്വയർ 2 square 0 square 0 -2 -2 എന്താ? -4 square -4 square 4 square. പിന്നെ 4 square 4 plus 16 plus 16. 16 plus 16. അപ്പൊ നമുക്ക് AB equal to √36 വന്നു. ഇനി അടുത്തത് BC. BC എന്ത് വന്നു? തെറ്റിയത് വേഗം തിരിച്ചു. ഡെൽവിൻ എന്ത് വന്നു? BC അപ്പം √4 minus 1 the whole square plus -7 -2 the whole square plus 8 minus 5 the whole square. Then √9 3. Okay, ഇങ്ങനെ 3 square സ്ക്വയർ. ഇതെന്ത് വരും? -5 plus 2 which is -5. 5 3 square. അപ്പോൾ നമുക്ക് 9 plus 25 plus
9 എന്ത് വന്നു 3. 43. BC ഈക്വൽ ടു 43 വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? CD കണ്ടുപിടിക്കണം അല്ലേ? CD എന്ത് വരും? Square root of ആഷ്മി പറഞ്ഞോ. ആ 2 minus ഓക്കെ 4 whole square ഓക്കെ plus minus 3 minus 7 ഓക്കെ whole square 4 minus 8 square whole square അപ്പോ 2 square plus 10 square plus 4 square root ഞാൻ ആഷ്മി പറയുന്ന കേസ് എഴുതാം കേട്ടോ. സിയും ഡിയും. സി എന്താ അവിടെ? സി അപ്പൊ 2. അതെ ഇവിടെ നോക്ക്. CD എന്താ? 2 minus 4 ഹോൾ സ്ക്വയർ. ഓക്കെ, അടിപൊളി. ഇനി അടുത്തത് -3 -7 അല്ലേ വരാ? അല്ലേ? -3. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഇക്വേഷന്റെ മൈനസ് പിന്നെ -7. അപ്പൊ എന്താ അവിടെ പ്ലസ് ആവും. മനസ്സിലായോ? അപ്പൊ -3 + 7 is 4. ക്ലിയർ ആഷ്മി? അപ്പൊ എന്ത് വരും ഇവിടെ? 4 + 16 + 16 which is again 36 അല്ലേ? 16 + 6 32 + 4 36 വന്നു. നമുക്ക് CD ഈക്വൽ ടു √36 വന്നു. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? AD കൂടെ കണ്ടുപിടിക്കണം. AD കണ്ടുപിടിക്കാൻ പോവാണ്. AD കണ്ടുപിടിക്കാനായിട്ട് 2 - -1 whole square -3 -2 4 - 1 AD ഈക്വൽ ടു √43 വന്നു അല്ലേ? നമുക്ക് എന്ത് പറയാം? ദി ലൈൻസ് ഏതൊക്കെയാ? The pair of lines AB equal to CD. AB equal to CD. പിന്നെ ആരാ? BC equal to AD അല്ല. അപ്പൊ ജസ്റ്റ് ആ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം നമുക്ക്? ABCD അല്ലെ? AC-യും ഇല്ലല്ലോ. അല്ലേ? ഇങ്ങനെയായിരിക്കും ഫിഗർ വരാം. ആർ ഈക്വൽ ABCD is a പാരലോഗ്രാം എന്ന് പറയാം. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഇതിലെ കാര്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. Show that the points P of -2, 3, 5, Q of 1, 2, 3 and R of 7, 0, -1 are collinear അല്ലെ? Collinear points എന്താ? Again collinear means lying on the same the points lying on the same line. Suppose ഈ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ഈ ലൈനിലെ പോയിന്റുകളായിരിക്കും P, Q, R. എവിടെയെങ്കിലും കിടക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റുകളായിരിക്കും ഈ P യും Q ഉം R ഉം അല്ലേ?
സപ്പോസ് ഇതാണ് നമ്മുടെ ഫിഗർ എങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ക്യു പ്ലസ് ക്യു ആർ ഈക്വൽ ടു എന്ത് പറയാം? പി ആർ എന്ന് പറയാം. ഉണ്ടോ? കൊളീനിയർ പോയിന്റ്സ് മീൻസ് എന്താ? ഈ പോയിന്റ്സ് ലൈങ് ഓൺ ദി സെയിം ലൈൻ. എല്ലാ പോയിന്റുകളും ഒരു ഒറ്റ ലൈനിലായിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും രണ്ട് ലൈനുകളുടെ സമ്മ് മൂന്നാമത്തെ ലൈൻ ആയിരിക്കും, ലൈനിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ എഗെയിൻ എന്ത് ചെയ്യുക? 3 പെയറുകൾ എടുത്ത് ചെയ്യുക. ഏതെങ്കിലും 2 പെയറുകളുടെ സമ്മ് മൂന്നാമത്തെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ പോയിന്റുകൾ കൊളീനിയർ ആണെന്ന് പറയും. ചെയ്ത് നോക്കി വേഗം. അതായത് കൊളീനിയർ പോയിന്റ്സ് എന്ന് വെച്ചാൽ എന്താ? പോയിന്റുകൾ, ഒരൊറ്റ ലൈനിൽ കിടക്കുന്ന പോയിന്റുകളെയാണ് കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുക. പി ക്യു ആർ എന്ന് വിചാരിക്കൂ. നമുക്ക് എന്ത് പറയാം? പി ക്യു പ്ലസ്, ഇവിടെ നോക്കിയേ, പി ക്യു എന്ന് പറയുന്ന ഡിസ്റ്റൻസും ക്യു ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസും കൂടി കൂട്ടി എന്ത് കിട്ടി? പി ആർ കിട്ടും അല്ലേ? അപ്പോൾ ഈ ഇതുപോലെ പെയറുകൾ വെച്ചിട്ട് പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ക്യൂവും ആറും തമ്മിലുള്ള കണ്ടുപിടിക്കുക, പിയും ആറും. അങ്ങനെ ഏതെങ്കിലും 2 പെയറുകൾ കൂട്ടുമ്പോൾ മൂന്നാമത്തെ കിട്ടുന്നുണ്ടെങ്കിൽ ആ പോയിന്റുകളെല്ലാം കൊളീനിയർ ആണെന്ന് പറയാം. വേഗം ചെയ്യാം. കഴിഞ്ഞോ? കഴിഞ്ഞോ? നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? പി ക്യു കണ്ടുപിടിക്കുക.
റൂട്ട് 14 വന്നു അല്ലേ? ഇനി എന്തോന്നു? Q2 കഴിഞ്ഞു. QR 7 minus 1 all square 0 minus 2 all square minus 1 minus 2. അപ്പോൾ 6 square minus 2 square minus 4 36 plus 4 plus 16 which is 56 അല്ലേ? അടുത്തത് PR 7 minus 2 all square 0 minus 3 all square minus 1 minus 5 all square 9 square minus 3 square minus 6 81 ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി നോക്കാം ഈ 56 നമുക്ക് ഇത് കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 56നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയേ. ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. യെസ്, 2 റൂട്ട് അതായത് എന്ത് വരും? ഓക്കെ, 2 റൂട്ട് 14 എന്ന് എഴുതാം. ആരെ? റൂട്ട് 56ന് കണ്ടോ? ഇനി 126നെയോ? നേരെ നമുക്ക് എന്ത് ചെയ്യാം? അയാളെയും നമുക്ക് ചെയ്യാം. ത്രീ കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്യാം. നോക്കാം, 3 പിന്നെ ബാക്കി ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ മൾട്ടിപ്ലൈ ചെയ്യാം. 14 3 റൂട്ട് 14 അല്ലെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിവിടെ വെച്ച് ചെക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യാം? 14 വെച്ചിട്ട് എന്തെങ്കിലും പണിയായിരിക്കും. ഇതിനെ 14 കൊണ്ട് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ ചെയ്ത് പോവാം. ഓക്കെ, 3 റൂട്ട് 14 കിട്ടും. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. സോ നമുക്ക് എന്ത് കിട്ടി? പി ക്യൂവും ക്യു ആറും കൂടെ കൂട്ടിയാൽ പി ക്യൂവും ക്യു ആറും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? പി ആറ് കിട്ടും. Therefore
ക്ലിയർ ആയോ? 3√14 വരും. ഇത് ക്ലിയർ ആയോ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആ എന്താണ്? ഹലോ കേക്കല്ലേ? പറഞ്ഞോളൂ. റൂട്ട് 14 ആ സൈഡിലിട്ടാണ് ആൻസർ. റൂട്ടിന്റെ എല്ലാം കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂ ഇട്ടിട്ട് ചെയ്യാൻ പാടില്ലേ? അന്നേരം ചെയ്തോ, ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ QR കിട്ടണില്ല. QR വേറെ അല്ല കിട്ടണം. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോ ഏത് എന്തൊക്കെ ആഡ് ചെയ്തേ? റൂട്ട് 14 റൂട്ട് 56 കൊണ്ട് കൂട്ടിയോ? അല്ല, ചെറുത് രണ്ടെണ്ണല്ലേ കൂട്ടണ്ടേ? ആ, ചെറുത് ഒന്ന് റൂട്ട് 14 ഒന്ന് റൂട്ട് 56 ആയിരിക്കുമല്ലോ. വലുതല്ലേ റൂട്ട് 126. വാല്യൂ നോക്കുമ്പോ ചെറുത് റൂട്ട് 126 അല്ലേ? അതെവിടെ നിന്ന് കിട്ടിയപ്പം? റൂട്ട് 126 11.2 കിട്ടിയേ. ആണ്. ഇനി റൂട്ട് 56 എന്ത് വന്നു? 7.48. റൂട്ട് 14 എന്ത് വന്നു? 3.74. ഇനി ആ 3 പോയിന്റ് അതും പിന്നെ നേരത്തെ കിട്ടിയ റൂട്ട് 56ന്റെ വാല്യൂ കൂടി ഒന്ന് കൂട്ടി വെച്ചു. അപ്പൊ PR കിട്ടി. അത്രേ ഉള്ളൂ. ഇപ്പൊ റൂട്ടിലുള്ള വാല്യൂ ഉള്ളതല്ലേ, വാല്യൂ ഉള്ള ചെറുതല്ലേ നോക്കണ്ടേ? അത് എങ്ങനെ വേണേലും ചെയ്യാം. നമ്മളിപ്പോ എന്താണ് ഇതിന് കാൽക്കുലേറ്ററിന്റെ ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ? പോയിന്റുകൾ വെച്ചതൊക്കെ പിള്ളേർ ചെയ്യുന്ന പോലെ ചെയ്യണം. ഒരു ഇതാവില്ല. നമ്മള് റൂട്ടൊക്കെ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചവരല്ലേ, അപ്പൊ കുറച്ചുകൂടെ ഹൈടെക് ആയിട്ട് ചെയ്യാം. അത്രേ എങ്ങനെ ചെയ്താലും കിട്ടും. ഓക്കെ. മെയിൻ കാര്യം എന്താ? ഏതെങ്കിലും ഒരു ലൈനിലെ 3 പോയിന്റ് കിടക്കുകയാണെങ്കിൽ ഏതെങ്കിലും 2 പോയിന്റുകളുടെ സം മൂന്നാമത്തെ ആളുടെ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കൊളിനിയർ ആയിരിക്കും. പോയിന്റ്സ് കൊളിനിയർ ആയിരിക്കും എന്ന് പറയാം. ഓക്കെ. Consider a point A of 4, 8, 10 in space. Find the distance of the point A from XY plane. Just ഒന്ന് ആലോചിച്ച് നോക്കുക. Consider a point A of 4, 8, 10 in space. Find the distance of the point A from the XY plane. നോക്കുക, സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആ ലോജിക്ക് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ. എ എന്ന് പറയുന്ന പോയിന്റ് സ്പേസിൽ എവിടെയോ കിടക്കുന്ന പോയിന്റ് ആണ് 4, 8, 10. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഈ പോയിന്റ് ഒരു XY പ്ലെയിനിലെ ഒരു പോയിന്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ പോയിന്റ് എവിടെ വേണമെങ്കിലും കിടക്കാം സ്പേസിൽ, അല്ലേ? ഇനി ചോദിക്കട്ടെ, XY പ്ലെയിനിന്റെ പ്രത്യേകത എന്താ? XY പ്ലെയിനിൽ എക്സും വൈയും ഉണ്ടാവും, Z 0 ആയിരിക്കും, അല്ലേ? സോ ഇതെന്താണ്? അപ്പോൾ ഇതിന്റെ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പോയിന്റ് എന്തായിരിക്കും? 480 ആയിരിക്കും. ഇതാണ് 480 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 - 4 whole square
8 minus 8 whole square, 10 minus 0 whole square. ടെൻ യൂണിറ്റ്സ് ഉണ്ടോ? കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാ. Find the equation of the set of points which is equidistant from the points 1, 2, 3 and 3, 2, minus 1. Find the equation of the set of points which are equidistant from the points 1, 2, 3 and 3, 2, minus 1. അതായത് ഏതോ ഒരു പോയിന്റ് ഇയാളെ വേണമെങ്കിൽ എന്താണ് എക്സ് വൈ സെഡ് എന്ന് വിളിച്ചത്. അപ്പോൾ ഏതോ ഇവിടെ കൊടുക്കുന്ന പോയിന്റ് ആണ് എ ഓഫ് പോയിന്റ് 1, 2, 3 ആൻഡ് ബി ഓഫ് പോയിന്റ് 3, 2, minus. ജസ്റ്റ് ഒരു പ്രൊസീജിയർ ആണ്. അതായത് ഈ പറയുന്ന ഈ ഒ എന്ന് വിളിച്ചത് ഈ എ ഒയും ഒ ബിയും ഇക്വി ഡിസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? എന്താ എ ഒ കണ്ടുപിടിക്കുക അല്ലേ? പിന്നെ ബി ഒ കണ്ടുപിടിക്കുക യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. നമുക്ക് ഇക്വേഷൻ ആണ് വേണ്ടേ. അവിടെ എന്തുണ്ടാവും? വേരിയബിളുകൾ ഉണ്ടാവണം അല്ലേ? സോ എ ഒ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു പോയിന്റ് എക്സ് വൈ സെഡും 1, 2, 3 തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതേപോലെ എക്സ് വൈ സെഡും 3, 2, minus 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാ? വിച്ച് ഈസ് ഇക്വി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ രണ്ടുപേരും ഈക്വൽ ആണെന്നാണ് അതിനർത്ഥം. സോ അത് കണ്ടുപിടിച്ചിട്ട് രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, റൂട്ട് കളയുക, അങ്ങനെ ചെയ്ത് പോവുക. വേഗം ചെയ്തേ. AO equal to square root of x minus 1 whole square plus then y minus 2 whole square plus z minus 3 whole square. Okay. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. x minus 1 whole square എന്താ? x square minus 2x plus 1 square 1. Y minus 2 whole square y square minus 4y plus 4. Z minus 3 whole square z square minus 6z plus 9 അല്ലേ? ഇനി അടുത്തത് എ ഒ കണ്ടുപിടിച്ചു. പിന്നെ ഒ ബി കണ്ടുപിടിച്ചു. ഒ ബി ഈക്വൽ ടു അഗെയിൻ ഇതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് എന്താ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ y minus 2 whole square z minus -1 that is z plus 1 whole square. Simplify ചെയ്യുക. x minus 3 whole square x square minus 6x plus 9 y minus 2 whole square y square minus 4y plus 4. ഇനി z plus 1 whole square z square plus 2z plus 1 അല്ലേ? ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒ എ ഈക്വൽ ടു ഒ ബി ആണ് തന്നിട്ടുണ്ട് അല്ലേ? രണ്ടുപേരും ഇക്വേറ്റ് ചെയ്തേ.
ഈക്വൽ ടു ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി എന്താ, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം അല്ലേ? സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യാം. ഞാനത് സ്റ്റെപ്പോടെ തന്നെ എഴുതാണ്. ഫസ്റ്റ് എടുത്ത് എഴുതുകയും ചെയ്യാം. സ്ക്വയർ ചെയ്യാം. അപ്പോൾ റൂട്ട് പോയി. പിന്നെന്താ, ഒരേ ടേംസ് കട്ട് ചെയ്ത് കളയാം അല്ലേ? ഈക്വൽ ടുവിൻ്റെ അപ്പുറം ഇപ്പുറം എന്താ, പ്ലസ് എക്സ് സ്ക്വയർ രണ്ട് സൈഡിലും ഉണ്ട്, കട്ട് ചെയ്തു. പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, രണ്ട് സൈഡിലും കട്ട് ചെയ്തു. പ്ലസ് സെഡ് സ്ക്വയർ ഉണ്ട്, രണ്ട് സൈഡിലും കട്ട് ചെയ്തു. ഇനി എന്ത് കട്ട് ചെയ്യാം? ദാ മൈനസ് 4y ഇവിടെയുണ്ട്, മൈനസ് 4y അവിടെയുണ്ട്. പിന്നെ പ്ലസ് 4 ഇവിടെയുണ്ട്, പ്ലസ് 4 അവിടെയുണ്ട്. അത് രണ്ടും പോയി. ഇനി എന്താ, ഈ സൈഡിലുള്ള ആൾക്കാർ മൈനസ് 2x പിന്നെ മൈനസ് 6z നമ്പറുകളായിട്ടുള്ള പ്ലസ് 10. ഇനി ഇവിടെയാണെങ്കിൽ മൈനസ് 6x പ്ലസ് 2z 9 പ്ലസ് 1 10 10 10 പോയി. പിന്നെന്തുണ്ട്, എക്സുകളെല്ലാം ഒരു സൈഡിലോട്ടും സെഡുകളെല്ലാം മറ്റേ സൈഡിലോട്ടും കൊണ്ടുപോവുക. അപ്പോൾ മൈനസ് 2x അപ്പുറമുള്ള പ്ലസ് 6x ഇനി അപ്പുറം എന്ത് 2z ഓൾറെഡി മൈനസ് 6x പ്ലസ്. ഇനി ഇവിടെ എന്തായി, 4x ഈക്വൽ ടു 8z ആണ്. 4 കൊണ്ട് കട്ട് ചെയ്ത് കളയാണെങ്കിൽ x ഈക്വൽ ടു 2z എന്ന് വന്നു. കണ്ടോ, ഇക്വേഷൻ കിട്ടി. ഓർ എക്സ് മൈനസ് 2z ഈക്വൽ ടു 0. കണ്ടോ, ഇക്വേഷൻ കിട്ടി. ക്ലിയർ ആയോ? ഒന്നുമില്ല, ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പോയിന്റുകൾ. ആ പോയിന്റുകൾ ഏതോ ഒരു പോയിന്റിൽ നിന്ന് ഇക്യു ഡിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ സപ്പോസ് ആ ഒരു ഏതോ ഒരു പോയിന്റ് നമ്മുടെ എക്സ് വൈ സെഡ് എന്ന് വിളിക്കുകയാണ് ഇൻ ജനറൽ, ആൻഡ് അയാളെ ഒ എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ ഒ എയും ഒ ബിയും ഈക്വൽ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒ എ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഒ ബി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, രണ്ടുപേരെയും ഇക്വേറ്റ് ചെയ്യുക. ഈ രണ്ടുപേരെയും ഇക്വേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ബാക്കി നിങ്ങൾ പണ്ട് കാലത്ത് എപ്പോഴോ എക്സും വൈ പഠിച്ച പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് പ്ലസ് വണ്ണിലും ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അവിടെ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല അല്ല. എന്താ, ഇക്വേറ്റ് ചെയ്താൽ ഒരേപോലത്തെ ആൾക്കാരെ കട്ട് ചെയ്ത് കളയുന്നു, റിമൈനിങ് റിഫൈൻ ചെയ്തിട്ട് എന്തെങ്കിലും ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 2z ഈക്വൽ ടു 0 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 2z എന്ന് കിട്ടി. ക്ലിയർ ആയോ? ക്ലിയർ. അപ്പോൾ ഇനിയും 2-3 പ്രോബ്ലം ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ക്ലിയർ. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി, ഒരു ദിവസമേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്റർ, ആകെ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങൾ സ്കൂളിൽ എടുത്തേ? ഇത്ര എടുത്തോ? സോ നെക്സ്റ്റ് ഡേ വരുമ്പോൾ അതെന്നാന്ന് എനിക്കറിയില്ല, മിസ് ടീച്ചർ പറയും. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് പറയും. അപ്പോൾ എന്താണ്, അന്ന് എന്തുണ്ടാവും, എക്സാം ഉണ്ടാവും, സ്ട്രെയിറ്റ് കോണിക് സെക്ഷൻ്റെ എക്സാം ഉണ്ടാവും. ക്ലിയർ. ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ആക്ടിവേറ്റ് ആണ്, എക്സാം എഴുതുക, എല്ലാവരും എക്സാം എഴുതാം. ഒരു കാര്യം, ശരി ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നവരെന്ത് ചെയ്യുക, നോട്ട്സ് അയക്കുക കേട്ടോ. ചിന്മയ, സച്ചിൻ, ഫാത്തിമ, റോട്രിക്സ്, ആഷ്മി, ഷസ, അദീന, ഡെൽവിൻ, റിയോണ, വിഷ്ണു, ജിസൻ, ഹാദിയ, ഇത്രയും പേര് നോട്ട്സ് ടീച്ചർക്ക് അയക്കുക. ഓക്കെ. ചിന്മയ, സച്ചിൻ, ഫാത്തിമ, റോട്രിക്സ്, ആഷ്മി, ഷസ, അദീന, ഡെൽവിൻ, റിയോണ, വിഷ്ണു, ജിസൻ, ഹാദിയ, കുറേ ആൾക്കാർ നോട്ട്സ് ടീച്ചർക്ക് അയക്കുക. ക്ലിയർ. എക്സാം ആക്ടിവേറ്റ് ആണ്, എല്ലാവരും എക്സാം എഴുതാം കേട്ടോ. ഇന്നത്തെ അതേപോലെ ചിന്മയ ഇമ്പോസിഷൻ എഴുതിയിട്ട് വരാം.
കഴിഞ്ഞോ? ഓക്കെ, എക്സാം കഴിഞ്ഞവർക്ക് ലീവ് ചെയ്യാം. കഴിഞ്ഞോ? കഴിഞ്ഞവർ ലീവ് ചെയ്യാം. അയ്യോ, ഓക്കെ, ശരി, അടിപൊളി അടിപൊളി. സോ നമുക്ക് എന്നാണ് നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.